ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. കാരണം 1ാം ക്ലാസ് പഠിക്കുമ്പോൾ 6 വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ തെരഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ. ആളെ കിട്ടിയിട്ടുണ്ട്. ആള് ഭയങ്കര കളിയാണ്. ഹലോ ഹലോ, അന്തമോളാണോ? എനിക്ക് വാട്സപ്പിൽ അയച്ചു കിട്ടിയ ഒരു വീഡിയോ ആണിത് കേട്ടോ. ഒതായിലുള്ള 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളാണിത്. ഈ വീഡിയോയിൽ കണ്ട കുട്ടിയാണോ? ഇത് നീ പ്രസംഗിച്ചതാ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? എന്താ പേരെന്താ? പോലെ പേര് പറയും. ഹംദാശരൻ. ഇതാണ് കേട്ടോ സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിച്ച് കണ്ടിട്ടുള്ള മോള്. അങ്ങോട്ട് നോക്കി പറയും ഹായ് പറയും. ചോറുന്നാ? എന്താ തിന്ന്? നെയ്ച്ചോർന്ന്. ആളക്കാരനോ? ഏത് സ്കൂളാ പഠിക്കണേ? ഇസ്ലാമിക്കില്. ആരെ ഈ പ്രസംഗം പഠിപ്പിച്ചെന്ന ഹംദമോൾക്ക്? ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു. കൊറേ ദിവസം എടുത്തോ പഠിക്കാൻ വേണ്ടീട്ട്? എങ്ങനെയൊക്കെയാണോ പഠിച്ചത്? എങ്ങനെയായിരുന്നു? പറഞ്ഞു പഠിച്ചാ? ഇക്കാക്ക് എന്നത് എന്താ പേര്? അഹമ്മദ് റഷാദ്. എങ്ങോട്ട് പോവാനുള്ള പരിപാടി? നല്ല ഡ്രസ്സിലൊക്കെ ആണല്ലോ. ടൂറിന്റെ പ്ലാൻ ഉണ്ടോ? രണ്ടുപേരും ഉമ്മല. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്. ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. കാരണം 1ാം ക്ലാസ് പഠിക്കുമ്പോൾ 6 വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഭയങ്കര എന്ത് രസമായിട്ടാണ് പറയുന്നത്. അതെങ്ങനെ പഠിപ്പിച്ചെടുത്തത്? അവര് ശരിക്കും ടാബില് അവന്റെ ഉപ്പ കണക്ട് ചെയ്ത് വോയിസ് ഇങ്ങനെ കൊടുക്കും. അത് കേട്ട് അവര് പഠിക്കലാണ്. എഴുതി കൊടുത്താൽ അറിയാൻ മാത്രമായില്ല, വായിച്ചു പഠിക്കാൻ മാത്രമായില്ല. അതെ, അങ്ങനെ വോയിസ് ഇട്ട് ഇങ്ങനെ കേൾപ്പിച്ച് പഠിപ്പിച്ചാണ്. പക്ഷെ അതെങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് അക്ഷരങ്ങളൊക്കെ പറയുന്നത്? അവൾക്ക് അങ്ങനെ ഒരു പ്രൊണൗൺസിയേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലായപ്പോ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുപ്പിച്ചു. അതാണ് അവർക്ക് ഒരു പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതില് ടാർഗറ്റ് ചെയ്ത് നമ്മളും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയതാണ്. പിന്നെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും പ്രസംഗിക്കും? വല്യപ്പ അവരൊക്കെ പ്രസംഗിക്കുന്ന ഫീൽഡിൽ തന്നെയാണ്. അതെ, ഓക്കെ. നീ എന്താ ചെയ്യുന്നത്? നീയും പ്രസംഗിക്കുവോ? സ്കൂളിലൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടാ? അതെ, പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടാ? ഓ, അപ്പൊ പ്രസംഗത്തിന്റെ ഒരു ഫാമിലി ആണല്ലേ. കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ട്. അവർക്കും താല്പര്യമുണ്ട്. ഫസ്റ്റ് ടൈം ആണോ? അതെ, ഫസ്റ്റ് ടൈമാണ്. LKG UKG അവരുടെ ഡിസ്കണ്ടിന്യൂ ആയി പോയി. കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് അവർ സ്റ്റേജിൽ കയറുന്നത് തന്നെ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറുന്നത് തന്നെ. ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ കട്ടിയുള്ള വാക്കുകളല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഡിയൻസിന് കാണുമ്പോൾ ഇത്ര ചെറിയ കുട്ടികളെ കൊണ്ട് നമ്മളെ പറയിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ നമ്മളെയാണല്ലോ അവർ പറയുക. പക്ഷെ അവളത് കറക്റ്റായി മാനേജ് ചെയ്ത് കൊണ്ടുപോയി പറഞ്ഞോളത്. ചിരിക്കണോക്ക് മോള്. നമുക്ക് വേണ്ടിട്ട് ചെറിയ ഒന്നായിട്ട് കുഞ്ഞ് വലിയ ഒന്നോക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ. മാന്യ സദസ്സിനു വന്ദനം. ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ. ലോകം മുഴുവൻ ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇന്ന് പലവിധ വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന അനേകം രാജ്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിമിതമായ അർത്ഥത്തിലാണ് അവയെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിൻ്റെ പരിണാമം എന്ന നിലയിൽ കൈവന്നതാണ് നമ്മുടെ ജനാധിപത്യം. ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന് വായ്തെളിച്ചതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ പല തട്ടുകളിലാക്കി ചെറുതും വലുതുമായ ഭരണാധികാരികൾ നടത്തിയ പോരാട്ടമാണ് വിദേശികളെ ഇവിടെ നിലയുറപ്പിക്കാൻ സഹായിച്ചത്. ദീർഘകാലത്തെ നിരന്തരമായ ചൂഷണത്തിനു വിധേയമായി ഇന്ത്യയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴാണ് ചിലർക്കെങ്കിലും തിരിച്ചറിവുണ്ടായത്. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആവിർഭാവമുണ്ടായത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ചുള്ള മനോജ്ഞ സങ്കല്പങ്ങളും അതോടൊപ്പം പിറന്നു വീണു. അതിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം. ഡോക്ടർ
ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സോഷ്യലിസം ഇന്നും മരീചികയായി തുടരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ വോട്ടവകാശം കൊണ്ട് മാത്രം ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല. മറിച്ച് സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെ അസമത്വം കൂടി അവസാനിപ്പിച്ചാലേ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം കൈവരിക്കുകയുള്ളൂ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നും ആ വഴിക്കുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പെരുകി വരുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം പൗരന്മാരും ജനിച്ചു വളരുന്നത് തുറച്ചു നോക്കുന്ന അനിശ്ചിതമായ ഭാവിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലും അഴിമതി നടമാടുന്നു. നാട്ടിൻ പുറത്തെ സർക്കാർ ആഫീസ് മുതൽ സമുന്നതരായ ഭരണാധികാരികളുടെ കോട്ടക്കൊത്തളങ്ങൾ വരെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പ്രാദേശികവാദം. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നൈരന്തര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്കു വേണ്ടി മുറവിളിക്കൂട്ടുന്നു. ജനങ്ങൾ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റുകളിലായി രാഷ്ട്രീയവും മതവും വേർതിരിച്ച് പരസ്പരം അകന്നൊഴിഞ്ഞു മാറാൻ വെമ്പൽ കൊള്ളുന്നു. ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങൾ പരിഹരിക്കുകയും സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിൻ്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ചുമതലപ്പെട്ടവരുടെ വാചക കസർത്തല, ആത്മാർത്ഥമായ പരിശ്രമമാണ് അതിനു വേണ്ടത്. വ്യക്തിയും സമൂഹവും നാടിൻ്റെ സുന്ദരമായ ഭാവിക്കു വേണ്ടി പ്രതിജ്ഞിക്കാൻ തയ്യാറാവുക. അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കുക. എങ്കിലേ സമത്വ സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ പ്രയത്നങ്ങളെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് ഹിന്ദ്. സൂപ്പർ സൂപ്പർ. ഇങ്ങനെയാണ് സ്കൂളിൽ പ്രസംഗിച്ചത് അല്ലേ? എൻ്റെ മക്കളെ നിങ്ങൾ കണ്ടില്ല, 6 വയസ്സുള്ള കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് നോക്കി, 6 വയസ്സുള്ള കുട്ടി പ്രസംഗിച്ചതുപോലെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് എന്താ സ്ഫുടതൊക്കെ അക്ഷരം. 1ാം ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. പക്ഷെ 1ാം ക്ലാസ്സിലാണോ? എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കില്ല 1ാം ക്ലാസ്സിലാണ് പഠിക്കണതെന്ന്. ഇത്ര രസമായിട്ടുണ്ട് കേട്ടോ. ഇനിയും സ്കൂളിൽ പരിപാടികളൊക്കെ പങ്കെടുക്കണം കേട്ടോ. ഇനിയും പ്രസംഗവും പല പരിപാടികളും ഉണ്ടാവും. പങ്കെടുക്കൂലേ? എല്ലാത്തിനും ജയിക്കണം. എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 6 വയസ്സുള്ള ഒരു കുഞ്ഞു മോള് അതന്നെയാണ് ഇന്നവിടെ എത്തിച്ചിട്ടുള്ളത്. അവളുടെ ആ ഒരു എന്താ പറയുക, നമ്മളൊക്കെ 6ാം ക്ലാസ്സിലൊക്കെ 6 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്തിരുന്നത്? കല്ല് പെറുക്കി കളിക്കുക അല്ലേ? കണ്ടടുത്തൊക്കെ പാഞ്ഞ് കളിക്കുക. എന്തേലും ഐഡിയ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഉമ്മി ഉപ്പിയോടെ നിങ്ങൾ വരെ വായോ. ഇതിൻ്റെ ഇങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങളെ കുട്ടീൻ്റെ അഭിമാനമുള്ള ഒരു നിമിഷമല്ലേ നിങ്ങളെ? അതായത് ഇപ്പം ഇത്രയും കുഞ്ഞു കുട്ടിക്ക് ഇത്രയും പഠിപ്പിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാകാൻ പറ്റും. നമ്മളൊക്കെ ചെറിയ മക്കളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ നാണം തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം. നിങ്ങളെടുത്തുള്ള എഫേർട്ട് അതൊരു ഭയങ്കര ഒരു എഫേർട്ടാണ്. പിന്നെ കുട്ടീൻ്റെ സ്കില്ല് പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് കഴിയുന്നിടത്താണ് പാരൻസിൻ്റെ വിജയം. വാപ്പാക്കാണ് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അവർ ഫോക്കസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് അവരിങ്ങനെ ടാബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ഇതാണ് പറഞ്ഞപ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചാണ്. ഇപ്പൊ ഇതും കൂടി ആയപ്പോ പിന്നെ അവർക്ക് ഇനിയും പഠിപ്പിച്ചാന്ന് പറഞ്ഞ് ഇതാക്കലാണ്. ഇനിയും സ്റ്റേജിൽ കയറണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതിലപ്പോ. സ്കൂളാണ് പഠിക്കുന്നത്? ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പുതുനഗരം പാലക്കാട്. ഓക്കെ. അപ്പം എന്തായാലും മുന്നോട്ട് പോവാ. അത്ര തന്നെ. അനക്കെന്താ പരിപാടി? ഫുട്ബോൾ കളിക്കോ? അനക്ക് ഇങ്ങനത്തെ പ്രസംഗകല ഉണ്ടാ? പഠിച്ചു വെച്ചത് എന്തായാലും ഉണ്ടാ? പഠിപ്പിക്കണ്ടോ? ഇപ്പൊ ഹംദ മോള് പഠിച്ച ഇതേ സംഭവം നീയും പറയും. നീയും പഠിച്ചിട്ടുണ്ടാ? നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറയോ? മാന്യ സദസ്സിന് വന്ദനം. ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം
സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ. ഇതിലെ സമത്വ സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് ഹിന്ദ്. സൂപ്പർ. ഇത് എഴുതുന്നത് ആരാണ്? ഉപ്പ. അപ്പോൾ ഉപ്പയും ഉമ്മയും ചില്ലറക്കാരല്ല കേട്ടോ. ആശംസകൾ പറയണം, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക. കുട്ടികളിങ്ങനെ ഭയങ്കര കഴിവ് ഇവരിങ്ങനെ പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നും പറയാനില്ലാതായി പോവാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് എനിക്ക് വേറെ പ്രശ്നം പഠിച്ചിട്ട് പറയണ്ടേ? പഠിച്ചിക്കണോ? ഇത് പഠിച്ച ശേഷം പറയട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരെണ്ണം? സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമിൽ അവതരിപ്പിക്കാനുള്ളതാ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ അത് പരിപാടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പരിപാടിയുടെ സമയത്തോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ടാറ്റ കൊടുത്താലേ എല്ലാവരും. See you. Bye bye.